ഹായ്, ഇന്ന് എൻ്റെ മോളുടെ ക്രിസ്മസ് എക്സാം പേപ്പറിൻ്റെ ഒരു താത്വിക അവലോകനം നടത്താമെന്ന് കരുതി നേരെ പോയത് സ്കൂളിലേക്കാണ്. അവൾ എന്നെ അടുത്ത് നിന്ന് നന്നായിട്ട് സോപ്പിട്ട് പതപ്പിക്കുന്നുണ്ട്, വഴക്കുകൊള്ളാതിരിക്കാം. പക്ഷേ അത് പഠിക്കാത്തതിനല്ല, കുരുത്തക്കേടിൻ്റെ അയ്യൊരു കളിയാണ് ആശാട്ടി. അതിനുവേണ്ടി മാത്രം ഈ വന്ന് നിന്ന് നോക്കുന്ന നോട്ടം കണ്ടാൽ വിചാരിക്കും ഇവളെൻ്റെ അമ്മയാണ്, എൻ്റെ പേപ്പറിൽ മാർക്ക് കുറഞ്ഞാലുള്ള നോട്ടമാണ്, നമ്മാതിരിയാണ്. ഈ കൈവച്ച് പൊത്തുന്നത് എന്തിനാണെന്നറിയാവോ? ഞാനിത് ഫോട്ടോ എടുത്ത് ട്യൂഷൻ ക്ലാസ്സിൽ അയക്കാതിരിക്കാൻ. ആദ്യം മാതൃഭാഷയിൽ തന്നെ തുടങ്ങി കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു അടുത്ത പേജ് മറിച്ചപ്പോൾ ദാ കിടക്കുന്ന ഭഗവാനെ ഹൃദയത്തിന് പകരം ഹൃദയം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. പിന്നെ നേരെ പോയത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭാഷയിലേക്കാണ്. അവിടെ ഒരുവിധം കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. പിന്നെ സാൻസ്ക്രിറ്റ് മാത്സ് ഒക്കെ ആയിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നു. എങ്കിൽ പിന്നെ എന്നാൽ ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത സ്ഥിതിക്ക് വാ മോളെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ നിൽക്കമ്മേ എൻ്റെ ഫ്രണ്ട്സിനോട് ബൈ പറഞ്ഞിട്ട് വരട്ടെ, പറച്ചിൽ കേട്ടാൽ വിചാരിക്കും അമേരിക്കയിലോ ആഫ്രിക്കയിലോ എന്തോ പോകുകയാണെന്ന്. അങ്ങനെ ബൈ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എൻ്റെ മോനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടിയിൽ ഇന്നായിരുന്നു. പിന്നെ രണ്ടിലും കൂടെ അവലോകനം നടത്താൻ സമയം കിട്ടാത്തതുകൊണ്ട് ഒരാടെ മാത്രം വീഡിയോ എടുത്ത്. ഈ ഉടുപ്പിൻ്റെ ബാക്ക് ഉണ്ടോ നിങ്ങൾ? ക്രിസ്മസ് എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ഇക്കണക്കിന് വലിയ പരീക്ഷ കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും എൻ്റെ ഭഗവാനെ. അവിടെയും തീറ്റ മുഖ്യം ബിഗിലെ അച്ചായി കൊച്ചിന് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതും കഴിച്ച് എന്നാൽ പിന്നെ വീട്ടിലോട്ടങ്ങ് പോയേക്കാല്ലേ, ബാക്കി പൂരം വീട്ടിൽ ചെന്നിട്ടാകാന്നൊക്കെ ഞാൻ പറഞ്ഞ് വെറുതെ വരട്ടി അങ്ങനെ കൊണ്ടുവരികയാണ്. അതിന് എനിക്ക് ഭയം തന്നിട്ട്